ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കുറുമയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പോകാം വീഡിയോയിലേക്ക്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി വഴറ്റുന്നതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും 2 മീഡിയം സൈസ് സവോള കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായി ഒന്ന് ഇളക്കി ഇതിൻ്റെ കളർ മാറുന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കൈ അളവിനാണ് ഉള്ളി എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ട് 7 പച്ചമുളക് കീറിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് മൂന്നും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. സവാളയുടെ കളർ അത്യാവശ്യം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തു. ഇനി അടുത്തതായി തേങ്ങ അരച്ചെടുക്കാനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 സ്പൂണോളം കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ഇനി 1 ഏലക്കയും 2 പട്ടയും 2 ഗ്രാമ്പൂവുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കൈയോളം അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം വെള്ളമൊഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. തേങ്ങ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഉള്ളി അത്യാവശ്യം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അടുത്തതായി കുറുമ തയ്യാറാക്കാനായിട്ട് ഒരു ഇരുമ്പ് ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഉള്ളിയുടെ മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായി ഇതിനാവശ്യമായിട്ടുള്ള മസാലപ്പൊടികളാണ് ചേർക്കുന്നത്. ഇതിനായി 1 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് വെള്ളവും ചേർത്ത് ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇത് ചെറുതായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ചേർത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ചിക്കൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന തേങ്ങയുടെ മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. മിക്സ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ കറക്റ്റ് അളവാണ്. ഒരുപാട് വെള്ളം കൂടാതെ ശ്രദ്ധിക്കണം. ഇതൊന്ന് അടച്ചു വെച്ച് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇത് അത്യാവശ്യം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളി താളിച്ചൊഴിക്കുന്നതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായതിനു ശേഷം ഒരു ചെറിയ സവോള കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് ചെറിയ ഒരു ബ്രൗൺ കളറാകുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. ഇത് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കുറുമയിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു സർവിംഗ് ബൗളിലോട്ട് മാറ്റാം. തീർച്ചയായും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയായ ഒരു കുറുമ കറിയാണ്. ബീഫും മട്ടനും ഉപയോഗിച്ച് ഇതേ രീതിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും.
ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതിൻ്റെ കമൻറ്റ് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി.